എൻ്റെ ഇവിടെ ജയിക്കുവാണെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുള്ളൂ. എതിരാളികൾക്കും സംശയമില്ല, ഭരണകക്ഷിക്കാർക്കോ പ്രതിപക്ഷക്കാർക്കോ സംശയമില്ലാത്ത ഒരു നിയോജക മണ്ഡലം കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നുള്ള രണ്ടാമത്തെ നിയോജക മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. 1977 മുതൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് കാസർഗോഡ് നിന്ന് വിജയിച്ചത്. കഴിഞ്ഞ തവണ എന്നെ നെല്ലിക്കുന്ന് 12,901 വോട്ടുകൾക്ക് കാസർഗോഡ് നിന്ന് നിയമസഭയിലെത്തി. അതേസമയം ചേർത്തു പറയേണ്ട കാര്യമാണ്, രണ്ടാം സ്ഥാനത്ത് BJP രൂപീകൃതമായത് മുതൽ രണ്ടാം സ്ഥാനത്ത് BJP ആണ് കാസർഗോഡ് മണ്ഡലത്തിൽ വരുന്നത്. LDF മൂന്നാം സ്ഥാനത്താണ്. അങ്ങനെയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കാസർഗോഡ് മണ്ഡലത്തിനുണ്ട്. ഈ മണ്ഡലം ഇക്കുറി എങ്ങനെ വിധി എഴുതുമെന്നാണ് സി ടൈംസ് പരിശോധിക്കുന്നത്. എൻ്റെ ഇവിടെ ജയിക്കുവാണെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുള്ളൂ. വ്യക്തിപരമായിട്ട് അങ്ങനല്ല, ഇത് ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് മുസ്ലിം ലീഗിനാണ് ചാൻസ് അധികം. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതൊരു UDFൻ്റെ കോട്ടയാണ്. അതായത് മുഖ്യ എതിരാളി മിക്കവാറും വരുന്നത് BJP. LDF കേരളത്തിലെ ഏറ്റവും വീക്കസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇത് കാസർഗോഡ്. അതായത് ഭൂരിപക്ഷം ചാൻസ് UDFന് തന്നെയാണ്. ഏകദേശം ഒരു ചാലഞ്ച് BJPൻ്റെ ഉണ്ടാകുന്നത്. അത് സാധാരണ കാഴ്ചയോട് ഇതുവരെയുള്ള അനുഭവം അങ്ങനെ. മുമ്പൊക്കെ അല്ലെങ്കിൽ LDFനൊക്കെ കൂടുതൽ വോട്ടൊക്കെ കാസർഗോഡ് ഭാഗത്ത് കിട്ടിക്കൊണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് LDF വീക്കാണ്. BJP ആ സെക്കൻഡ് പാർട്ടി ആയിട്ട് വരുന്നത്. UDF അതായത് UDFൻ്റെ അതായത് IUML ഇന്ത്യൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇവിടെ കാസർഗോഡിനെ സംബന്ധിച്ചോളം ലീഡിങ് വരുന്നത്. അത് സംശയമില്ല, എതിരാളികൾക്കും സംശയമില്ല, ഭരണകക്ഷിക്കാർക്കോ പ്രതിപക്ഷക്കാർക്കോ സംശയമില്ലാത്ത ഒരു നിയോജക മണ്ഡലം കാസർഗോഡ്. കാസർഗോഡ് മാർഗിഷ്ണാണ് ഇപ്പം മൂന്നാം സ്ഥാനത്ത്. എന്തെങ്കിലും അടുത്തതിൽ തീർച്ചയായിട്ടും മാർഗിഷ്ണി പിടിച്ചെടുക്കും. MLA ലീഗിൻ്റെ തന്നെ വരുള്ളൂ. ലീഗിൻ്റെ ലീഗ് ഇത് കാസർഗോഡ് ലീഗിൻ്റെ മണ്ഡലമല്ലേ. ലീഗ് പക്ക ലീഗിൻ്റെ സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിക്കും. ആരെയാണ് KM ഷാജി അതൊന്നുമല്ല, ഇവിടുത്തെ പ്രാദേശിക സ്ഥാനാർത്ഥി ആയിരിക്കും ആരെങ്കിലും. ഇക്കുറി മൈനാജി അല്ലെങ്കിൽ മൈൻ കലോട്ട്. ഈ മണ്ഡലത്തിൽ UDF വികസനം കൊണ്ടുവരുന്നുണ്ട്. ലീഗിൻ്റെതല്ലേ ഒരു സാധ്യത UDFന് തന്നെയാണ്. UDF വരുള്ളൂ. എന്നെ നെല്ലിക്കുന്നതിന് സാധ്യത. അതെ, എന്നാലും സാധ്യത കൽപ്പിക്കപ്പെടുന്ന എന്നെക്കാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ തീർച്ചയായും LDF ആണ്. മൂന്നാം സ്ഥാനത്തല്ല, ഒന്നാം സ്ഥാനത്ത് തിരിച്ചു വരും. കാസർഗോഡ് UDFനാണ് സാധ്യതയുള്ളത്. കാരണം കൂടുതലും ഭൂരിപക്ഷം ഉള്ളത് UDFനാണ് വോട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിലേക്ക് വരാനാണ് സാധ്യത കൂടുതലാണ്. UDFനായിരുന്നല്ലോ നേരത്തെ ഒക്കെയും. UDFനാണ് എപ്പോഴും സാധ്യത കാണും നമുക്ക്. കാസർഗോഡ് പിന്നെ UDFന് തന്നെ സാധ്യത. കാസർഗോഡ് മുസ്ലിം ലീഗിനാണ് സാധ്യത, UDFനാണ് സാധ്യത. ജയിക്കുന്ന പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോട് ഇതുവരെ കൂറ് പുലർത്തിയത് ആരാണോ അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പ്രത്യേകിച്ച് UDF തന്നെയാണ് വരാൻ സാധ്യത കൂടുതലും. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്കിവിടെ ഒരു പുരോഗമനം ഉണ്ടാവണം. ഈ പുരോഗമനം ഇല്ലാത്ത ആൾക്കാർ ആര് വന്നിട്ട് ഒന്നും നമുക്ക് ഒരു കാര്യമില്ല. അതിനിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് വേണ്ടത് ഒരു പുരോഗമനം. ഇപ്പം പ്രത്യേകിച്ച് ഇത് ഈ ഹൈവേയുടെ തന്നെ നിങ്ങൾ നോക്കുക, ഒരു സർവീസ് റോഡിൻ്റെ ഗതി നിങ്ങൾ നോക്കുക. ഇത് ഞങ്ങൾ മുമ്പേ സംസാരിച്ചുകൊണ്ടുള്ളതാണ്. ഈ സർവീസ് റോഡിന് വീതിയില്ലായ്മ ഇത് നമുക്ക് ഇന്ന്, കാരണം ഇവർ പറയുന്നത് ഇപ്പോൾ 2 way ഉപയോഗിക്കണമെന്നാണ്. ഇത് ഏത് രീതിയിൽ 2 way ഉപയോഗിക്കണമെന്ന് നമുക്കറിയുന്നില്ല. പലയിടത്തും സർവീസ് റോഡുകളുടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊടുത്ത രീതിയിലുള്ള തന്നെ ആ ഒരു പിന്നെ ഇതിലല്ല വീതിയല്ല ഉള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യണം, ഈ ദാരിദ്ര്യ ജില്ല എന്ന് പറയുന്നത് നമ്മൾ ആ പിന്നോട്ടും വലിക്കുന്നൊരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഒഴിവാക്കണം. യഥാർത്ഥത്തിൽ ഇതൊരു ദാരിദ്ര്യ ജില്ലയൊന്നുമല്ല, നിങ്ങൾ തന്നെ പറ. കാരണം കായൽ ടൂറിസത്തിന് പറ്റിയ ഏറ്റവും കൂടുതൽ പിന്നെ ഇതുള്ള ഒഴിവുകളുള്ള സ്ഥലങ്ങളാണ് കാസർഗോഡുള്ളത്. പിന്നെ ബേക്കൽ ഫോർട്ട്, അതായത് യുനെസ്കോൻ്റെ വേൾഡ് പൈതൃക പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പോഴും ദാരിദ്ര്യ ജില്ലയെന്ന് പറഞ്ഞ് കൂപ്പുകുത്താൻ കാരണം എന്താണ്? മണ്ഡലങ്ങളിലൂടെയുള്ള സി ടൈംസിൻ്റെ വോട്ട് യാത്ര തുടരുകയാണ്. ഇനി ഉദുമയിൽ വെച്ച് കാണാം. സൈനിങ് ഓഫ് മുഹമ്മദ് ഷംസീർ, സി ടൈംസ്.